യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഒരു പ്രബോധനം നിങ്ങളുമായിട്ടൊരു ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ 1 തിമോത്തി 4:15 പറഞ്ഞ് ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എൻ്റെ പ്രബോധനമാണെങ്കിലും ഉപദേശമാണെങ്കിലും നിങ്ങൾ വായിക്കണം. ദൈവത്തിൻ്റെ വചനം, നമ്മൾ വായന, പ്രബോധനം, ഉപദേശം. നമ്മൾ വചനം വായിക്കണം, പ്രബോധനം കേൾക്കണം, ഉപദേശം കേൾക്കണം. പിന്നെ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തരുന്നത്, ദൈവം നമുക്ക് നൽകുന്നത് അനേകർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും, പൗലോസ് പറഞ്ഞ പോലെ പ്രാപിക്കുന്നത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. പ്രബോധനം, ഉപദേശം. അതുപോലെ ദൈവം ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എന്നോട് ഇടപെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കർത്താവിൻ്റെ വരവ് എല്ലാവരും കാത്തിരിക്കുന്നത്, ക്രിസ്തുയേശുവിൽ ഒരുങ്ങിയിരിക്കുന്നെന്ന് കരുതുന്നവരും ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങളിൽ ഒന്ന് ഞാൻ ഇപ്പോൾ വായിക്കാം. 1 തെസ്സലോനിക്കരുടെ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഇത് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. അപ്പോൾ നമ്മൾ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും പറഞ്ഞു, കർത്താവ് നമ്മളെ ചേർക്കാൻ വരും, നിങ്ങൾ ആശ്വാസത്തോടെ ഇരുന്നു. ആശ്വാസത്തോടെ ഇരിക്കാൻ പറയുന്നത് ആരോടാ? അവിടെ പറയുന്നുണ്ട് ക്രിസ്തുവിൽ മരിച്ചവർ. അവിടെ 16 ഭാഗത്തിലാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുയേശുവിൽ മരിച്ചവർ. ഓക്കെ. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവിടെ മരിച്ചവരെ പറ്റി പറഞ്ഞപ്പോൾ ക്രിസ്തുയേശുവിൽ മരിച്ചവർ എന്ന് പറഞ്ഞു. ഒരു പ്രാസംഗികൻ ഇങ്ങനെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പൗലോസ് സദസ്സിനെ ബഹുമാനാർത്ഥം പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞതാണ്. അവിടെ എല്ലാവരും എടുക്കപ്പെടണമെന്നില്ല. അതുകൊണ്ട് അവിടെ ആരൊക്കെയാണ്? ഇപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരെയാണ് എടുക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ ആയിരിക്കും കർത്താവ് എടുക്കപ്പെടുന്നത്. 2 എടുക്കപ്പെടലാണ് അവിടെ പറയുന്നത്. മുമ്പേ മരിച്ചവരെ ഒരു എടുക്കപ്പെടലും പിന്നോട് ജീവനോടെ ഇരിക്കുന്നവരെ എടുക്കപ്പെടും. ഈ 2 പേര് എടുക്കപ്പെടണമെങ്കിൽ 2 പേരും ക്രിസ്തുയേശുവിൽ മരിച്ചവരും രണ്ടാമത്തെ ക്രിസ്തുയേശുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും ആയിരിക്കണം. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന പോലെ എന്താണ് എന്നുള്ളത് അതിനെ കണ്ടിന്യൂ ചെയ്യുന്നവനായിരിക്കണം. അതുപോലെ ക്രിസ്തുയേശുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവൻ, മുമ്പ് ജീവിച്ചവനല്ല, ഇപ്പോൾ ഇനി ജീവിക്കാമെന്ന് പറയുന്നവനല്ല, ഇപ്പോഴും ഇനിയും ജീവിച്ചു കൊണ്ടേയിരിക്കുന്നവൻ എടുക്കപ്പെടും. ഇതിന് ദൈവത്തിൻ്റെ ഒരു വചനത്തിന് ഇടരും പൊരുളും ഉണ്ടാവും. പഴയ നിയമത്തിൽ നമുക്കിതിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് മോശയുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് ആവർത്തന പുസ്തകം 34 5 വാക്യങ്ങളിലാണ്. ഞാനിങ്ങനെ വായിക്കാം. അങ്ങനെ യഹോവയുടെ ദാസനായ മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. പിന്നെ അവിടെ താഴ്വരയിൽ മോശെ അടക്കം ചെയ്തു. പിന്നെ എങ്കിലും ഇന്ന് വരെ അവൻ്റെ ശവക്കുഴി സ്ഥലം ആരും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് മോശെ അടക്കം ചെയ്തു. അത് താഴ്വരയാണ്, മോവാബ് ദേശത്താണ്. അവിടെ താഴ്വരയുടെ പേര് പറഞ്ഞ് അവിടെയാണ് അടക്കം ചെയ്തത്. പക്ഷേ ശവക്കുഴി അടക്കം ചെയ്ത സ്ഥലം ആർക്കും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ യൂദയിൽ നമുക്കറിയാം, യൂദ ഒരധ്യായമേ ഉള്ളൂ. അതിന് 9 വാക്യത്തിൽ എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടെ മോശയുടെ ബോഡി എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മുമ്പേ മോശ മരിച്ചതിന് ശേഷം അടക്കം ചെയ്ത ശേഷമാണ് എടുത്തുകൊണ്ട് പോയത് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഏലിയാവിൻ്റെ ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ 2-ാം അധ്യായത്തിൻ്റെ 11 വാക്യം. നിങ്ങൾക്ക് ഒരുവിധം പേർക്കറിയാം ഏലിയാവിൻ്റെ
അന്ത്യസമയത്ത് എലീശ പറയുന്നുണ്ട് ഇരട്ടി പങ്ക് വേണമെന്നും, അങ്ങനെയെങ്കിൽ ഞാൻ എടുക്കപ്പെടുന്ന നാളിൽ ആ സമയത്ത് നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിനക്കത് ലഭിക്കുമെന്ന് പറയുന്നു. ചോദിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, എങ്കിലും ആ സമയത്ത് നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് നൽകുമെന്ന് പറഞ്ഞ് യോർദാൻ പുതപ്പെടുത്തടിച്ച് രണ്ടായി പിളര് ഇവർ രണ്ടുപേരും അക്കരെ കടക്കുകയും അവിടെ വെച്ച് ഒരു ഭാഗം ഞാൻ ഇങ്ങനെ വായിക്കാം. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ, ഏലിയാവും എലീശയും സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥങ്ങളും അഗ്നിശങ്ങളും വന്നു അവരെ തമ്മിൽ വേർപിരിച്ചു. അവർ ഏലിയാവും എലീശയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെ അഗ്നിരഥവും അഗ്നിക്കുതിരകളും വന്ന് ഇവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട് എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളുമായുള്ളവയെ നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ ഇവർ തമ്മിൽ വേർപിരിച്ച്, എടുക്കപ്പെടേണ്ടവനും എടുക്കപ്പെടേണ്ടാത്തവനും തമ്മിൽ വേർതിരിവുണ്ട്. അപ്പോൾ ഇവിടെ ഏലിയാവിനെ കാണിക്കുന്നത്, ഏലിയാവിന് ഈ രഥങ്ങളും അഗ്നിരഥങ്ങളും അഗ്നിക്കുതിരകളും വന്ന് ഇവർ തമ്മിൽ വേർതിരിച്ച് സ്വർഗത്തിലേക്ക് ഏലിയാവിനെ ജീവനോടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഏലിയാവിൻ്റെ ബോഡി അവിടെ ഇട്ടിട്ടില്ല, ജീവനോടെ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ക്രിസ്തുയേശുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ മുമ്പ് പിന്നെ ജീവനോട് ശേഷിക്കാം എന്ന് പറഞ്ഞ ഭാഗത്തിൽ അവിടെ നമുക്ക് ഈ അവർ രണ്ട് എടുക്കപ്പെടൽ പറയും. മുമ്പേ മരിച്ചവരും ജീവനോട് ശേഷിക്കുന്നു. ഈ മോശയുടെ ശുശ്രൂഷ അതിനെ കുറിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ രണ്ടിനെ എടുത്ത് ഈ രണ്ടുപേരുടെയും ഈ എടുക്കപ്പെടലിനെ കുറിച്ച് തൊടുന്നത്. അതായത് മോശയുടെ ശുശ്രൂഷ, മോശ തികച്ചവനാണ്. മോശയുടെ ശുശ്രൂഷ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അത് ചെറിയൊരു ശുശ്രൂഷയല്ല. ഈ ഈജിപ്തിൽ കിടന്ന ഇസ്രായേൽ ജനതയെ അവിടെ നിന്ന് രാജാവിനോട് അതുപോലെ ഫൈറ്റ് ചെയ്ത് ക്ഷമയോടെ ഇരുന്ന് ദൈവം പറയുന്ന പോലെ കേട്ട് ദൈവം പറയുന്ന പോലെ എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ട് വന്ന് ഇസ്രായേൽ ജനത്തിന് പിറുപിറുപ്പും കൂടെയുള്ളവരുടെ പിറുപിറുപ്പും എല്ലാം സഹിച്ച് ദൈവത്തിൻ്റെ വലിയ ദൈവം മോശയെപ്പറ്റി പറഞ്ഞ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ശബ്ദം മോശയോട് അവർ തമ്മിൽ സംസാരിച്ചു എന്ന് പറയുന്നത്, അതുപോലെ സംസാരിച്ചു എന്ന് പറയുന്നത്. അത്രയും ശുശ്രൂഷ ഒരു വ്യക്തിയാണ് മോശ. കുറഞ്ഞൊരു ശുശ്രൂഷ ചെയ്ത വ്യക്തിയല്ല മോശ. ആ മോശയും പിന്നെ ഏലിയാവിൻ്റെ ശുശ്രൂഷ, ഏലിയാവിൻ്റെ 7 അത്ഭുതങ്ങൾ പോയിൻ്റ് ചെയ്ത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഏലിയാവിൻ്റെ ശുശ്രൂഷ ഒരു ഭരണകൂടത്തെ ഭയക്കുന്നതായിരുന്നില്ല, ഒരു പിശാചിനെ ഭയക്കുന്നതായിരുന്നില്ല, ഒരു ഇസബെല്ലെ ഭയക്കുന്നതായിരുന്നില്ല, ഒരു ആഹാബ് രാജാവിനെ ഭയക്കുന്നതായിരുന്നില്ല. അതുപോലത്തെ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് ഏലിയാവ്. അപ്പോൾ ദൈവം പുതിയ നിയമത്തിൽ എടുക്കപ്പെടുന്ന 2 എടുക്കപ്പെടലിനെ പറ്റി പറഞ്ഞു. ഈ 2 എടുക്കപ്പെടൽ പഴയ നിയമത്തിൽ ഈ 2 പേരാണുള്ളത്. ഈ 2 പേരുടെ ശുശ്രൂഷയും കുറഞ്ഞൊരു ശുശ്രൂഷയല്ല. അങ്ങനെയെങ്കിൽ നമ്മളെ ക്രിസ്തുയേശുവിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാഹളനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കേൾക്കുന്ന ആ ധ്വനിയെങ്കിൽ എടുക്കപ്പെടുന്നവർ ചുരുക്കം ചെറിയ അവരാവത്തില്ല. ഒരു ചാൻസും ഇല്ല. കാരണം ഇതിന് നിഴലും പൊരുളുള്ളെന്ന് പറയുന്ന പോലെ ഇതിനെ ഉദാഹരണം കാണിക്കുന്നത്, ഈ എടുക്കപ്പെടലിന് ഉദാഹരണം കാണിക്കുന്ന ശുശ്രൂഷ ചെയ്തവർ മോശയും ഏലിയാവും, ഇവർ രണ്ടുപേരും ശുശ്രൂഷ ചെറിയ ശുശ്രൂഷയല്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്ന, നിങ്ങളിതെന്നാണ് കേൾക്കുകയെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ദൂത മോശയും ഏലിയാവും ചെയ്ത ശുശ്രൂഷ ഒരു വലിയൊരു ശുശ്രൂഷയാണ്. അങ്ങനെ ഇതുവരെ നിങ്ങൾ ശുശ്രൂഷയിൽ കിടക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ കിടന്നിട്ട് വിചാരിക്കുന്ന പോലെ ശോഭിക്കാപ്പെടാത്തവരായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും ആഗ്രഹിച്ചിട്ട് കയറി പോകുമ്പോൾ ഒരു വാഗ്ദത്തം കേട്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷ ഒരു ചെറിയൊരു ശുശ്രൂഷയല്ല, വലിയൊരു ശുശ്രൂഷയാണ്. ക്രിസ്തുവിൻ്റെ പറയുന്ന പദം, ഞാൻ ചെയ്തതിനേക്കാൾ വലിയത് നിങ്ങൾ ചെയ്യും എന്നാണ് ക്രിസ്തു പറഞ്ഞത്. ക്രിസ്തു ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മളിൽ നിന്നൊരു ചെറിയൊരു ശുശ്രൂഷയല്ല, വലിയൊരു ശുശ്രൂഷ നമ്മളിൽ നിന്ന് പുറപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കൂടി ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് ഒത്തവണ്ണം വാഗ്ദത്തം കേട്ടിരിക്കാനല്ല, വാഗ്ദത്തം നിറവേറാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. പിന്നെ അവിടെ മോശയുടെ ശവക്കുഴി ഒരു ഭാഗം കൂടി തൊടാൻ ആഗ്രഹിക്കുന്നു. മോശയുടെ ശവക്കുഴി ഇന്ന് ഇവരാരും കണ്ടിട്ടില്ല. ഇസ്രായേലിൽ വിശുദ്ധ നാട് എന്ന് പറഞ്ഞ്
ടിക്കറ്റ് എടുത്ത് കാണാൻ ഓരോരോ സ്ഥലങ്ങൾ ഇസ്രായേലിലുള്ള പ്രധാനപ്പെട്ട ഓരോ പോയിൻ്റ് സ്ഥലങ്ങൾ കാണാൻ പോകുന്നവർ മോശയുടെ ശവക്കുഴി അവിടെ കാണാൻ പറ്റത്തില്ല. പിന്നെ ഒരു കല്ലറ കാണാൻ പറ്റും, പക്ഷെ കല്ലറയ്ക്കകത്ത് ആളില്ല. യേശുവിൻ്റെ ഒരു കല്ലറ ഇസ്രായേലിലുണ്ട്, പക്ഷേ ആ കല്ലറയ്ക്കകത്ത് ഒരു ശവവും ഇല്ല, ഒരു ബോഡിയും ഇല്ല. അവിടെ മഗ്ദലക്കാരത്തി മറിയയും മത്തായി മറ്റേ മറിയം, മാർക്കോസ് പറയുന്നുണ്ട് യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമിയും 3 പേരും കൂടി യേശുവിൻ്റെ കല്ലറ കാണാൻ പോവുകയും അവിടെ ദൂതൻ പറയുന്നുണ്ട് ക്രിസ്തു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ കിടന്നിരുന്ന സ്ഥലം ഇതാ എന്നാണ് അവിടെ എഴുതി പറയുന്നത് ദൂതൻ. അതുപോലെ ഇസ്രായേൽ മോശയുടെ ശവക്കുഴിയില്ല, പക്ഷേ യേശുവിൻ്റെ കല്ലറയുണ്ട്, പക്ഷേ അതിനകത്ത് യേശു ഇല്ല. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വീണ്ടും യേശു നമ്മളെ ഉയർപ്പിക്കാനായി വീണ്ടും മടങ്ങി വരും. ആ കാഹളധ്വനി കേൾപ്പാനായി. ആ കാഹളധ്വനി കേൾക്കുമ്പോൾ ഒരു വേർതിരിവുണ്ടാവും. ആ വേർതിരിവിൽ സെലക്ട് ചെയ്യപ്പെടുന്ന വേർതിരിവിൽ നമ്മൾ ഉണ്ടാകുവാനായി ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശുനാമത്തെ സ്നേഹവന്ദനം. ഈ കേട്ട വചനം നിങ്ങളെല്ലാവരും ബലപ്പെടുത്തിയിട്ട് നിങ്ങൾ പ്രബോധിപ്പിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ എടുക്കപ്പെടലിൽ നമ്മളെല്ലാം പങ്കാളികളാകട്ടെ. ആമേൻ. സ്തോത്രം.